കഴിക്കോ? എനിക്ക് വയറ് നിറഞ്ഞേട്ടാ, ഇനി ഏട്ടൻ കഴിക്ക്. അതിനിടയ്ക്ക് വയറ് നിറഞ്ഞോ? ഇത് കൂടെ കഴിക്കേ. ഇത്രയും സ്നേഹത്തോടെ ഇങ്ങനെ വാരിക്കൊടുത്താ ആരുടെ വയറാ നിറയാത്ത ചേട്ടാ? എനിക്കും ഒരു ഭർത്താവുണ്ട്, എന്തിനു കൊള്ളാം. ബകാസുരൻ പോലെ വാരി തിന്നുന്നല്ലാതെ എന്റെ കാര്യമൊന്നും നോക്കുന്നേ ഇല്ല. എടി ശൂർപ്പണകേ, നിന്റെ കൈക്കൊരു കുഴപ്പം കാണുന്നില്ലല്ലോ. ഫാക്ടറി ജോലി ശീലമുണ്ട്. എനിക്ക് ശീലമില്ലാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങൾ ചേട്ടനെയും ചേച്ചിയും കണ്ടുപഠിക്ക്. സ്നേഹം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ. ഇത് പാർക്കല്ല, ഫാക്ടറിയാ. നമ്മൾ ലവേഴ്സും അല്ല, കപ്പിൾസാ. സിനിമ കണ്ടുകൊണ്ട് ഇപ്പൊ നീയും അങ്ങനെയായി. മതി ഏട്ടാ മതി. ഇത് കൂടെ കഴിക്കോ? ഒരു വായൂടെ. ഞാനും എന്റെ ഭർത്താവും തോറ്റുപോയി ചേച്ചി. നിങ്ങൾ രണ്ടുപേരുമാ ജയിച്ചത്. നിങ്ങളാ ഗ്രേറ്റ് ലവേഴ്സ്. നിങ്ങൾക്ക് ഭക്ഷണവും വാരി തന്നു, വെള്ളമില്ലാതെ എക്കളും മാറ്റി തന്നു ഏട്ടൻ. ഇല്ല പത്മ, നീ തോറ്റുപോയിട്ടില്ല. ഫാക്ടറിയിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോ മറന്നു പോകാതെ രവി എന്നും നിനക്ക് വേണ്ടി 2 മുഴം മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് വരാറില്ലേ? അപ്പോ രവിക്ക് നിന്നോട് സ്നേഹമില്ലെന്നാണോ അർത്ഥം? കല്യാണം കഴിഞ്ഞ് പുതുമോടിയില് പ്രേമമൊക്കെ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് തോന്നുന്ന പ്രേമം കുട്ടികളുണ്ടായി കഴിയുമ്പോ ആ പ്രേമം നമ്മുടെ ഉത്തരവാദിത്തമായി മാറും. ജീവിതത്തിൽ മുന്നേറുമ്പോ ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും തുണയായിട്ടുണ്ടാവും. അവസാന കാലഘട്ടത്തിൽ കിട്ടുന്നതാ പത്മ യഥാർത്ഥ സ്നേഹം. അങ്ങനെ ആലോചിച്ചു നോക്ക് രവിയെ കുറിച്ച്. വളരെ നന്ദിയുണ്ട് ചേച്ചി. എന്താ പവന ഇത്? വീട് പൂട്ടിയിട്ടിരിക്കുന്നു. അദ്ദേഹം എവിടെ പോയതായിരിക്കും? സ്കൂള് വിടുന്ന നേരമായില്ലേ അമ്മേ, കുട്ടികളെ വിളിക്കാൻ വേണ്ടി പോയതായിരിക്കും. അതാ അച്ഛൻ വരുന്നുണ്ട്. അനു, കീർത്തി, ഉണ്ണി വാ. മുത്തശ്ശി മുത്തശ്ശി ഹായ് വല്യമ്മേ. ആ മക്കളെ, അകത്ത് പോയി ഫ്രഷ് ആയിട്ട് ഹോംവർക്ക് ചെയ്തേ. എന്താ മുത്തശ്ശ, മുത്തശ്ശി വന്നിട്ട് അകത്തേക്ക് വിളിച്ചത് പോലും ഇല്ലല്ലോ. ഇത് നിങ്ങളുടെ മുത്തശ്ശി അല്ല മക്കളെ, ഭാസ്കറിന്റെയും അഖിലിന്റെയും അമ്മ. മക്കളകത്തേക്ക് എന്നേ. മുത്തശ്ശി, ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് കളിക്കാവേ. എന്താ അച്ഛാ ഇത്? അച്ഛനെ കാണണമെന്ന് കരുതി വന്നിട്ട് അമ്മ എങ്ങനെയൊക്കെ പറയുന്നത്? അവൾ എന്നെ ഒന്ന് കാണാനല്ലേ വന്നത്, അല്ലാതെ എന്റെ കൂടെ താമസിക്കാനൊന്നും അല്ലല്ലോ. ഭാസ്കറും അഖിലും ഏട്ടന്റെ മക്കളാ. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അഭിറാം. ഇതിനു മുമ്പ് 2 മക്കൾ കൂടി ഉണ്ടായിരുന്നു. അവര് അകാലത്തിൽ മരിച്ചുപോയി. ഏട്ടനത് വളരെ എളുപ്പത്തിൽ പറഞ്ഞു. സ്വന്തം അമ്മയായ എനിക്ക് അങ്ങനെ എളുപ്പത്തിൽ വേർപിരിയാൻ പറ്റില്ല. അപ്പോ അവരെന്തൊക്കെ തെറ്റുകൾ ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് നീ അവരോടൊപ്പം ജീവിക്കും. കുട്ടികളെ കേൾക്കാൻ സാധ്യതയുണ്ട് അച്ഛാ, അവര് വിഷമിക്കും. കുട്ടികളും നല്ലതും ചീത്തയും തിരിച്ചറിയണം മോളെ. നന്മ തിന്മകൾ തിരിച്ചറിയാത്തത് കൊണ്ടാ അഖിലും ഭാസ്കറും ഇങ്ങനെ ആയിത്തീർന്നത്. ഇവിടെ നിനക്ക് ബന്ധുവുള്ള ആരും തന്നെ ഇല്ല. നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. ഇത് എന്റെ മകന്റെ വീടാ. അബി എന്റെയും കൂടി മകനാ. വസു എനിക്കും മരുമകളാ. അവര് വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവരെ കണ്ടിട്ടേ പോകൂ.
ഇവിടെ സോഫയും AC ഒന്നുമില്ല. ഡൈനിങ് ടേബിളോ അതിന് മുകളിൽ വിശിഷ്ട ഭക്ഷണങ്ങളോ ഉണ്ടാകില്ല. ഇതൊരു പണക്കാരന്റെ വീടല്ല. സ്നേഹം, ദയ, ഒത്തൊരുമയുമുള്ള വീട്. AC-യും സോഫയും ഡൈനിങ് ടേബിളും അതിനു മുകളിൽ വിശിഷ്ട ഭക്ഷണങ്ങളും ഞാൻ ചോദിച്ചില്ല. ഇവിടെ എന്താണോ ഉള്ളത് അത് മതിയാവൂ എനിക്ക്. ബന്ധുക്കളെ പോലെ കണ്ടിട്ട് പോയാൽ പോരാ, സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാവണം. ഏട്ടനെന്താ ഒരാണല്ലേ, ഇറങ്ങിപ്പോകാൻ എളുപ്പമാ. സ്ത്രീകളുടെ വേദനകൾ ഏട്ടൻ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? മുത്തശ്ശ, വീട്ടില് വരുന്ന വിരുന്നുകാർക്ക് കോഫിയോ വെള്ളമോ എന്തെങ്കിലും കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അനു, കീർത്തി, മുത്തശ്ശിക്കും വല്യമ്മയ്ക്കും വേണ്ടി പോയി വെള്ളം എടുത്തിട്ട് വന്നേ. ശരി ചേട്ടാ. മുത്തശ്ശി വാ ഇരിക്ക്. വാ ഇരിക്ക് മുത്തശ്ശി, വാ. എന്റെ കൊച്ചുമകനുള്ള വിവരം പോലും മോന്റെ മുത്തച്ഛനില്ല. ഇവിടെ നോക്ക്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നിന്റെ മക്കളോട് പോയി പറയണം, എന്നോട് പറയണ്ട. അവരെ വളർത്തിയത് ഏട്ടൻ തന്നെയല്ലേ? കാപ്പി കുടിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി കുടിക്കുക. എനിക്കതിന് സൗകര്യമില്ല. കോഫി വേണോന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാലോ, ചുറ്റി വളച്ച് ചോദിക്കണ്ട. ചേട്ടാ, എന്നെ വിളിച്ചായിരുന്നോ? നീ കൂട്ടിക്കൊണ്ടുവന്നില്ലേ അഭിറാം? അവനെതിരെ കൂടുന്നുണ്ട്. നോക്കി നടക്കാൻ പറ. എന്ത് ചെയ്തു ചേട്ടാ? എന്ത് ചെയ്തെന്നോ? എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഓണേഴ്സിനെ കാണാൻ പോയി. അതിനെന്താ ചേട്ടാ, അവർ നമുക്ക് ഓണേഴ്സ് ആണെങ്കിൽ അഭിചേട്ടൻ അവർ സഹോദരങ്ങളല്ലേ? സ്വന്തവും ബന്ധമൊക്കെ വീട്ടിനകത്ത് വെക്കാൻ പറഞ്ഞാൽ മതി. ഇവിടെ അയാള് വെറും ഒരു വർക്കർ മാത്രം. ഞാൻ നിങ്ങൾക്ക് ലീഡറും. ഞാൻ അറിയാതെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. ഏട്ടൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ ചേട്ടാ? ഞാൻ എന്തിനാടാ തെറ്റ് ചെയ്യുന്നേ? പിന്നെന്തിനാ അഭിരാമ ചേട്ടനെ ഇത്രയും പേടിക്കുന്നേ? ഒരു ചെറിയ തെറ്റ് കണ്ടാലും അഭിരാം ചേട്ടൻ വെറുതെ ഇരിക്കില്ല. നീ എന്നെ തന്നെ വാൺ ചെയ്യുന്നോടാ. രവി, എന്തിനാ രവിയെ ചവിട്ടിയെ? അവൻ തോന്നിയ ദിവസം പറഞ്ഞിട്ട്. എനിക്കറിയാവുന്ന രവി അങ്ങനെയൊന്നും ചെയ്യില്ല. അതുമാത്രമല്ല, സംസാരിക്കാനുള്ളത് സംസാരിച്ച് തീർക്കണം. അതിന് ദേഹത്ത് കൈവയ്ക്കുന്ന എന്തിനാ? ഞാൻ യൂണിയൻ ലീഡറാണ്. എന്തും പറഞ്ഞ് ചവിട്ടുവോ? നീ എന്താ തടയുവോ? ഒന്ന് കൈവച്ച് നോക്ക്. എന്താടാ മെനഞ്ഞാൽ ജോലിക്ക് കയറിയിട്ട് ലീഡറുടെ കൈ പിടിക്കാണോ? ലീഡറിനെ എതിർക്കാനും മാത്രം നീ ആളായോ? മര്യാദയ്ക്ക് സാറിനോട് സോറി പറ. ഇത് നമ്മുടെ യൂണിയൻ ലീഡറാ, ഞങ്ങളുടെ ദൈവം. ഇദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇല്ല. സോറി പറയടാ. ഇയാള് നിങ്ങളുടെ ദേഹത്ത് അങ്ങനെ കൈവച്ചാൽ നിങ്ങളും ഇങ്ങനെ തന്നെ പറയോ? ലീഡർ എന്ന് വെച്ചാൽ കയ്യിൽ പിടിച്ച് വഴി കാട്ടി തരണം, അല്ലാതെ കൈയോങ്ങി അടിക്കല്ല വേണ്ടത്. തെറ്റ് ചെയ്ത് അടിക്കാൻ പാടില്ലേ? രവി ചെയ്ത തെറ്റെന്താണ്? ആദ്യം അത് പറയും. അത് ഞാൻ പറഞ്ഞില്ലേ, അവൻ തെറ്റായിട്ട് സംസാരിച്ചിട്ടാണെന്ന്. അവൻ എന്ത് തെറ്റായിട്ട് പറഞ്ഞു എന്ന്? അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. എന്റെ അടുത്ത് പറയില്ലെന്നാണോ, അതോ ഇവിടെ നിൽക്കുന്ന ആരോടും പറയില്ലെന്നാണോ? ഞാൻ ആരോടും മറുപടി പറയില്ല. അതിനിപ്പോ എന്താ? ലീഡർ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ളവനായിരിക്കണം.
തൻ്റെ ഉള്ളവനായിരിക്കണം. ഇവരെല്ലാരും വോട്ട് ചെയ്തോണ്ടാ താൻ ലീഡറായത്. ഇവർക്ക് വേണ്ടതൊക്കെ താനാ ചെയ്തു കൊടുക്കേണ്ടത്. എന്തൊക്കെ നടന്നാലും അതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഇത്രയും നാളും ആരും എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. ഇപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യുന്നോടാ. ഓണേഴ്സിന്റെ ബന്ധുവാണെന്നുള്ള അഹങ്കാരമാണോ നിനക്ക്? ഞാനൊരു തൊഴിലാളിയായിട്ട് തന്നെയാ ചോദ്യം ചോദിച്ചത്. ഈ വർക്കേഴ്സിനൊക്കെ ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയില്ല. എത്രയോ തവണ ഞാൻ ഇവരെ സഹായിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവരെ ആരുമല്ല. എത്ര നാളായി താൻ ലീഡറായിട്ട്? 3 ടേമായിട്ട് ഞാൻ തന്നെ ഇവിടെ ലീഡർ. യുണാനിമസ്. ഇത്തവണ നമുക്ക് പുതിയൊരു ഇലക്ഷൻ നടത്താം. എന്നിട്ട് പുതിയൊരു ലീഡറെ തിരഞ്ഞെടുക്കാം. അതെന്തിനാ? എന്നെക്കാളും വലിയ ലീഡറിന് വരുമോ? പഴയ വെള്ളം മാറി പുതിയ വെള്ളം വരണം. പഴയ വെള്ളം അങ്ങനെ തന്നെ കിടന്നാൽ വായിലും പിടിച്ച് അഴുക്കും പിടിച്ച് ഭയങ്കര നാറ്റമായിരിക്കും. അതെ, പുതിയ ലീഡർ വരണം. ഇലക്ഷൻ വരണം. യുണാനിമസ് ഒന്നും അല്ല. അഭിരാം പറയുന്നതാണ് ശരി. ഇലക്ഷനിൽ പുതിയ ആളെ തെരഞ്ഞെടുക്കാം. അഭിറാം പറഞ്ഞതുപോലെ ചെയ്യാം. ഇലക്ഷൻ നടത്തണം. അതെ, തെരഞ്ഞെടുക്കാം. അതെ, ഇലക്ഷൻ നടക്കണം. വരൂ പോവാം. ചേട്ടാ, രവിയെ അടിച്ചത് തെറ്റായെന്ന് തോന്നുന്നു. അവന്മാർ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇലക്ഷൻ നടക്കുന്നെങ്കിൽ നടക്കട്ടെടാ. എന്നെ എതിർത്ത് വേറെ ഒരാൾക്ക് ഇവിടെ ആരോട്ടിടും? എടാ ഭാസ്കർ മോനെ, നമ്മുടെ വക്കീല് ആരെയോ കൂട്ടി ഇവിടേക്ക് കേറി വന്നിരിക്കുക. അഖില് നാട്ടിലുള്ള വസ്തുക്കളൊക്കെ എന്തോ വിൽക്കാൻ പോവാ. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. അത് പറയാനല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരെന്ത് പറഞ്ഞാലും ശരി, എന്ത് തന്നാലും ശരി, നീ മാത്രം ഒപ്പിടരുത്. നീ ഒപ്പിട്ടാല് അവര് പാതാളത്തിലേക്ക് ചവിടി താഴ്ത്തും. വരൂ ലോയർ സാർ. നമസ്കാരം രജിസ്റ്റർ സാർ. നമസ്കാരം. ഇരുന്നോളൂ. അഖിൽ, കാർത്തിക വരൂ. ലോയറും രജിസ്ട്രാർ ഓഫീസറും വന്നിട്ടുണ്ട്. നമസ്കാരം സാർ. ഹലോ ഹലോ സർ. ഹായ്. ഹായ്, ഇരിക്കൂ ഇരിക്കൂ. അർജന്റായി സ്ഥലത്തിന്റെ പത്രം കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ? എന്തിനാ സർ? ആ സ്ഥലമൊക്കെ ഞങ്ങൾക്ക് വിൽക്കാനായിരുന്നു. ഈയിടയ്ക്കല്ലേ സ്വത്തെല്ലാം നിങ്ങൾ പങ്കുവച്ചത്? അതിനുള്ളിൽ എന്തിനാ സ്ഥലം വിൽക്കുന്നേ? അവിടെ കൃഷിയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ എൻ്റെ അച്ഛൻ തിരികെ ഇങ്ങ് പോന്നു. നാട്ടിൽ ആ സ്ഥലം വെറുതെ കിടക്കുന്നതിനേക്കാളും നല്ലത് അതങ്ങ് വിറ്റിട്ട് സിറ്റിയിൽ നല്ല പ്ലോട്ട് വാങ്ങി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തുടങ്ങാന്ന് വിചാരിക്കുക. ഗുഡ് ഐഡിയ. സിറ്റിയിലുള്ള ലാൻഡിൽ കിട്ടുന്ന ഇൻകം നാട്ടിലുള്ള സ്ഥലത്ത് കിട്ടില്ല. അതിനുവേണ്ടിയാ ഞങ്ങൾ ഈ ഡിസിഷൻ എടുത്തത്. ആ അഖിൽ, നിന്റെ ചേട്ടനോടും വരാൻ പറയൂ. ഒപ്പിടുകയാണെങ്കിൽ ഈ ജോലിയും കഴിഞ്ഞു കിട്ടും. ഏട്ടാ, എന്താ? നമ്മുടെ ലോയറും രജിസ്ട്രാറും വന്നിട്ടുണ്ട്. എന്തിന്? അത് പറഞ്ഞിരുന്നില്ലേ ഭാസ്കർ? സ്ഥലം വിറ്റിട്ട് ഇവിടെ ലാൻഡ് വാങ്ങി റിയൽ എസ്റ്റേറ്റ് ചെയ്യാവുന്ന. സ്ഥലം വിൽക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. നല്ലൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഏട്ടാ, വെറുതെ മുടക്കരുത്. നിന്നോടൊപ്പം ചേർന്ന് ബിസിനസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്തിനാ അങ്ങനെ പറയുന്നേ? അഖിൽ ചേട്ടന്റെ ബ്രദർ അല്ലേ? അങ്ങനെയാണോ അവന്റെ പെരുമാറ്റം? എന്റെ ബോസ് എന്ന് പറഞ്ഞ് നടക്കല്ലേ അവൻ? നമുക്കിടയിൽ ഒരു 100 പ്രശ്നങ്ങൾ ഉണ്ടാവും ഭാസ്കർ. നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. രജിസ്ട്രാർ ഓഫീസർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ആദ്യം നീ ഒപ്പിട്ട് കൊടുക്ക. സ്ഥലം വിൽക്കാൻ ഭാസ്കറിന് താല്പര്യമില്ലെങ്കിൽ പിന്നെന്തിനാ ഒപ്പിടാൻ പറയുന്നേ? ആന്റിക്ക് ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല. എന്താടി, എനിക്ക് ബന്ധമില്ലാത്ത കാര്യമാണെന്നോ? ഭാസ്കർ എന്റെ മരുമോനാ. അവന്റെ അമ്മ കഴിഞ്ഞാ പിന്നെ ഞാനാ അവന്റെ അമ്മ. അവന് നല്ലത് ചീത്തയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ.
നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്റെ അമ്മയാണെങ്കിൽ ഭാസ്കറിന്റെ സ്ഥാനത്ത് ഞാൻ അവന്റെ അമ്മ. ഇവന്റെ ശരീരത്തിൽ ഈച്ച വീഴാൻ സമ്മതിക്കില്ല ഞാൻ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്? അഖിൽ, ഇളയമ്മയോടല്ലടാ, എന്നോട് ചോദിക്കേ. എക്സ്ക്യൂസ് മീ സർ, നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നതിന് ശേഷം ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ അപ്പോൾ വരാം. സർ, നമുക്ക് പോവാം. ആ വരൂ. വായ വരെ എത്തി ആഹാരത്തെ തട്ടിക്കളഞ്ഞത്. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. വിവരം കെട്ട കഴുതിയാ നിങ്ങള്. എന്താടാ വയസ്സിന് മൂത്തതാണെന്ന് പോലും നോക്കാതെ വായിൽ വരുന്നൊക്കെ വിളിച്ചു പറയാ? ഇവൻ ആരില്ലെന്ന് വിചാരിച്ചോടാ നീ? നിങ്ങൾക്ക് വായ മാത്രമല്ല, ചിന്തിക്കാൻ ബ്രെയിനും ഇല്ല. ഇനി ഒരു തവണ കൂടി ഇങ്ങനെ പറഞ്ഞാണ്ടല്ലോ അടിച്ച് കരണം പൊളിക്കും ഞാൻ. എന്താ അടിക്ക് കാണട്ടെ? എന്താടാ, എനിക്ക് അടിക്കാൻ അറിയില്ലെന്നാണോ? എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും. എന്താടാ, നീ എന്നെ അടിക്കോ? എന്നാ അടിയടാ, അടിച്ചു നോക്കാൻ. അഖിൽ, എന്താ ഇത്? ഇത് നിന്റെ ചേട്ടനാ. ചേട്ടനോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യണ്ടേ? സോറി പറയ്. മരിച്ചാലും പറയില്ല ആന്റി. ഇയാളുടെയൊക്കെ സോറി പറഞ്ഞാ സോറിക്ക് പോലും നാണക്കേടായി തീരും. എന്താ അഖിൽ ഇത്? ഭാസ്കരേട്ടൻ നിന്നെക്കാളും മുതിർന്ന ആളല്ലേ? ഒരു സോറി പറഞ്ഞ എന്ത് നഷ്ടം വരാനാ? മുതിർന്നവർക്ക് റെസ്പെക്ട് കൊടുക്കണം. അമ്മയും മോളും നന്നായിട്ട് സോപ്പിടുന്നുണ്ട്. ഭാസ്കർ അങ്ങനെയൊന്നും താഴില്ല. താഴാൻ ഞാൻ സമ്മതിക്കില്ല. ആ ഒരു കാര്യം പറയാം, ഇവന് നിങ്ങളുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. വേണമെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ തന്നെ ചെയ്തോ. അതേടാ, ഓൾറെഡി നിന്നോടൊപ്പം ബിസിനസ് ചെയ്യുന്നതിൽ ഞാനിപ്പോ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം. കേട്ടല്ലോ അല്ലേ? ഇനി അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ നോക്കണം. അതാണ് ഇനി ചേട്ടാനുജന്മാർക്ക് നല്ലത്. സ്വത്തിന്നൊരു ഭാഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടും ആന്റി എന്തിനാ അയാൾക്ക് വേണ്ടി സംസാരിക്കുന്നേ? എന്റെ ഇളയമയുണ്ടല്ലോ, സന്ദർഭം നോക്കി പെരുമാറുന്ന സ്ത്രീയാ. ഒരു സ്വാർത്ഥയായ സ്ത്രീ. അയാളുടെ ആഗ്രഹം വേറെയാണെന്നാ തോന്നുന്നേ. അതുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയത്. ഇനി എന്ത് ചെയ്യണമെന്ന് എന്നെ അറിയില്ല. നന്നായിട്ട് ആലോചിക്കകിൽ. എടുത്തു ചടിയ കാര്യം നടക്കില്ല. നിന്റെ ചേട്ടനോട് ദേഷ്യം കൊണ്ട് ജയിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വിഡ്ഢികളെ സെന്റിമെന്റ്സ് കൊണ്ട് വേണം ജയിക്കാൻ. എന്ത് സംഭവിച്ചാലും ശരി, MLA സാറിന്റെ ബിസിനസ്സിൽ നമ്മൾ പാർട്ട്നേഴ്സായി റിയൽ എസ്റ്റേറ്റ് ചെയ്യണം. അത് നീ ഓർമ്മ വെച്ചോളൂ. ഭാസ്കറിന് സെന്റിമെന്റ്സ് കാണിച്ച് വീഴ്ത്താൻ നോക്കുന്നു. ഞാനുള്ളപ്പോ അത് നടക്കില്ല. ചേട്ടനെ അനിയനെയും തമ്മിൽ അടിച്ചു പിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ വീടിനെ ഞാൻ ചിന്ന ഭിന്നമാക്കും. ഇറങ്ങിക്കോ വസുന്ധര. ഹായ് ഉണ്ണി, അനു, കീർത്തി. അച്ഛാ, നമ്മുടെ വീട്ടിൽ ആരാ വന്നിരിക്കുന്നറിയോ? ആരാ വന്നിരിക്കുന്നേ? മുത്തശ്ശിയും വല്യമ്മയും കൂടി വന്നിരിക്കുക അച്ഛാ. അമ്മ വന്നോ? അവര് വന്ന സമയം മുതല് മുത്തശ്ശനും മുത്തശ്ശിയും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക. എന്തിന് അറിയില്ല. അച്ഛൻ തന്നെ വന്ന് നോക്ക്. നമുക്ക് ചെന്ന് നോക്കാം.
വന്നിട്ട് എത്ര നേരമായി അമ്മേ? ഒരുപാട് സമയമായി. ഞാനിവളെ ഇവിടെ കയറാൻ അനുവദിക്കണ്ടെന്ന് കരുതിയതാ. എന്താ അച്ഛാ അങ്ങനെ? എന്ത് ചോദ്യം മോളെ ഇത്? ഇവളുടെ മക്കള് നിങ്ങളോട് ചെയ്ത അപരാധം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയും.